കേരളത്തിൽ ചാവേർ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടുവെന്ന കേസിൽ റിയാസ് അബൂബക്കറിന് 10 വർഷം കഠിന തടവ്. എറണാകുളം NIA കോടതിയുടേതാണ് വിധി. അലി അക്ബർ ഷാ വിശദാംശങ്ങളുമായി. 10 വർഷമാണ് ശിക്ഷ. വിശദാംശങ്ങൾ എന്താണ്? നികേഷ്, കേരളത്തിൽ ചാവേർ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടതുമായി ബന്ധപ്പെട്ട കേസിലാണ് പ്രതി റിയാസ് അബൂബക്കറിന് 10 വർഷം കഠിന തടവ് വിധിച്ചിരിക്കുന്നത്. 3 വകുപ്പുകളിലായാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. എറണാകുളം NIA കോടതിയുടേതാണ് വിധി. UAPAയിലെ 38, 39 വകുപ്പുകൾ പ്രകാരം 38-ന് 10 വർഷം, 39-ന് 10 വർഷം, അതുപോലെ 120B പ്രകാരം ഗൂഢാലോചനയ്ക്ക് 5 വർഷം, ഇങ്ങനെ ആകെ 25 വർഷമാണ് തടവ് വിധിച്ചത്. ഇത് ഒന്നിച്ച് 10 വർഷത്തെ കഠിന തടവായി അനുഭവിക്കണം. കൂടാതെ 1,25,000 രൂപയാണ് റിയാസ് അബൂബക്കറിന് പിഴയായി ഇട്ടിരിക്കുന്നത്. 2019 റിയാസ് അബൂബക്കർ NIAയുടെ പിടിയിലാകുന്നത്. ഈ 5 വർഷക്കാലം ഇയാൾ ജയിലിലായിരുന്നു. ഇതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് നിലവിലെ വിധി വന്നിരിക്കുന്നത്. ഈ കേരളത്തിൽ വിവിധ ഇടങ്ങളിൽ പുതുവത്സരാഘോഷവുമായി ബന്ധപ്പെട്ട് ചാവേർ ആക്രമണം നടത്താനായിരുന്നു പദ്ധതിയിട്ടിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ തെളിവുകൾ അടക്കം NIA ശേഖരിച്ചിരുന്നു. അതുപോലെ IS-മായി ബന്ധപ്പെട്ട് ഇയാൾക്കുള്ള ബന്ധം, അതുപോലെ ഇയാളുടെ സമൂഹ മാധ്യമങ്ങളിലെ പല വിധങ്ങളിലുള്ള പോസ്റ്റുകൾ, അതുപോലെ വാട്സ്ആപ്പ് ചാറ്റ് അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടായിരുന്നു NIA ഈ പ്രതിയിലേക്ക് എത്തിയത്. കാസർഗോഡ് IS കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിനൊടുവിലാണ് ഈ റിയാസ് അബൂബക്കർ പിടിയിലാവുന്നത്. എന്തായാലും ഇപ്പോൾ എറണാകുളം NIA കോടതിയുടെ വിധി അനുസരിച്ച് 10 വർഷത്തെ കഠിന തടവും 1,25,000 രൂപയുമാണ് ഈ ചാവേർ ആക്രമണ കേസിൽ പ്രതി റിയാസ് അബൂബക്കറിന് വിധിച്ചിരിക്കുന്നത്. നികേഷ്, റിയാസ് അബൂബക്കറിന് 10 വർഷം കഠിന തടവ്.